എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന തൃശ്ശൂരിലെ കൊല്ലങ്കോട് കൊട്ടാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തൃശ്ശൂർ ജില്ലയിൽ ചെമ്പുക്കാവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട്ടെ കൊല്ലങ്കോട് രാജാവായിരുന്ന വസുദേവരാജ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ പണിത കൊട്ടാരമാണിത്. 1904 ഈ കൊട്ടാരം വസുദേവരാജ പണി കഴിപ്പിച്ചത്. ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കൊല്ലങ്കോട് കൊട്ടാരത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം. കേരളീയ വാസ്തുവിദ്യ രീതിയും യൂറോപ്യൻ നിർമ്മാണ രീതിയും ഇടം ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. അങ്ങനെ ഈ കൊട്ടാരത്തിന് മൊത്തത്തിൽ ഒരു കൊളോണിയൽ ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാലങ്ങളോളം കൊല്ലങ്കോട് രാജവംശത്തിന്റെ കീഴിലായിരുന്ന കൊട്ടാരം സ്വാതന്ത്ര്യത്തിന് ശേഷം 1975 പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയുണ്ടായി. ഈ കൊട്ടാരം എന്ന പദവിയിൽ നിന്നും ജില്ലാ ഹെറിറ്റേജ് മ്യൂസിയം എന്ന പദവിയിലേക്കുള്ള ഒരു മാറ്റം കൂടിയായിരുന്നു ഇത്. പിന്നീട് തൃശൂർ മ്യൂറൽ ആർട്ട് മ്യൂസിയവും കൊട്ടാരത്തിന്റെ ഭാഗമായി മാറി. കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ഗാലറിയിൽ മഹാശിലായുഗ കാലത്ത് കണ്ടെടുക്കപ്പെട്ട മൺപാത്രങ്ങൾ, തളികകൾ, ജാറുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ചരിത്രാവശേഷിപ്പുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ മൺപാത്രങ്ങളെല്ലാം തന്നെ പോർക്കുളം, ഈയാൽ, ചൂണ്ടൽ, മങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു മാതൃകയും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഫോക്ക് ഗാലറിയാണ്. നാട്ടുജീവിതത്തിന്റെ നേർസാക്ഷ്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നിത്യജീവിതത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന അടുക്കള ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് ഉത്സവങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഈ ഗാലറിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. നമ്മുടെ കേരളത്തിലെ ആദ്യകാല ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മെ സഹായിക്കുന്നു. ചുവർ ചിത്രങ്ങളും അവയുടെ ശേഖരങ്ങളുമാണ് മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇവയെല്ലാം തന്നെ ചുവർ ചിത്ര ശൈലിയെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ നൽകുവാൻ പര്യാപ്തമാണ്. വസുദേവരാജയുടെ വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഛായാചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ തീർത്ത ഛായാചിത്രം എന്നൊരു പ്രത്യേകത കൂടി ആ ചിത്രത്തിനുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ കൊട്ടാരമുറ്റത്തായി ധാരാളം ശില്പങ്ങളും ശിലാലിഖിതങ്ങളും തുടങ്ങിയവയെല്ലാം കാണാൻ സാധിച്ചു. മരങ്ങളും സസ്യലതാദികളും ഒക്കെയായി മനോഹരമായ ഒരു അന്തരീക്ഷമാണ് കൊട്ടാരത്തിനുള്ളത്. കൊട്ടാരത്തിന്റെ മതിലുകളിൽ പോലും കലാവൈഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മരങ്ങളും സസ്യലതാദികളും ഒക്കെയായി മനോഹരമായ ഒരു അന്തരീക്ഷമാണ് കൊട്ടാരത്തിനുള്ളത്. വസുദേവരാജ മകൾക്ക് സമ്മാനിച്ച ഈ വേനൽക്കാല വസതി വളരെ നല്ല രീതിയിലുമാണ് പരിപാലിച്ചു പോരുന്നത്. തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് കൊല്ലങ്കോട് കൊട്ടാരം.